നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം, വസ്തുനഷ്ടവും കൃത്യവുമായ ഫലപ്രവചനം, നിങ്ങളുടെ മനോദുഃഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഓൺലൈൻ സർവീസ് ലഭ്യമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതുവർഷ ഫലം പറയുന്നതിന് വേണ്ടിയാണ്. 1199 ആണ്ട് കൊല്ലവർഷം തീരുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ചിങ്ങം 1-ാം തീയതി 1200 ആണ്ട് തുടങ്ങുകയാണ്. അതായത് ഈ വരുന്ന ആഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം 1 ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിങ്ങം മുതൽ അടുത്തൊരു ചിങ്ങം വരെ ഉണ്ടാകുന്ന ആ ഒരു വർഷക്കാലം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ 15 നാഴികയും ചേർന്ന മേടക്കൂറുകാർക്കാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് കുറച്ച് നല്ല സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ 2-ലൊക്കെ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. അപ്പം വളരെ മെച്ചമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. വളരെ മെച്ചമെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ആദ്യം തന്നെ പല എപ്പിസോഡുകളും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇതൊരു പൊതുഫലമായിട്ട് മാത്രം നിങ്ങൾ കാണുക, അല്ലാതെ ഇപ്പോൾ പറയുന്ന ഉയർച്ചകൾ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതുപോലെ ദുരിതങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ ഗ്രഹനില അനുസരിച്ചാണ് നമ്മുടെ ഹോറോസ്കോപ്പ്, നമ്മുടെ ജന്മലഗ്നം, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ജന്മലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി ഓരോ ഗ്രഹങ്ങളും നമ്മുടെ ഗ്രഹനിലയിൽ എങ്ങനെ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ദശാകാലം, ഇതൊക്കെ ബന്ധിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുഫലമായിട്ട് മാത്രമേ നിങ്ങൾ കാണാവൂ. ഞാൻ ഉൾപ്പെടെ എല്ലാ യൂട്യൂബ് ജ്യോതിഷന്മാരും പറയുന്നത് ആ തരത്തിൽ വിശ്വസിക്കുക. കുറേ കാര്യങ്ങൾ ഇത് നമുക്ക് സംഭവിക്കാം. അതൊക്കെ നമ്മുടെ ദശാകാലത്തെയും അപകാരകാലത്തെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പലർക്കും ഇത് അറിയില്ല. ഇപ്പം എന്നോട് ചോദിക്കുന്നത്, എനിക്ക് ഇന്നതല്ലേ ഇപ്പോൾ അങ്ങനെ യൂട്യൂബിൽ പറയുന്നുണ്ടല്ലോ, ഇപ്പം നല്ല കാലമാണെന്ന് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് അങ്ങനെയൊന്നും കിട്ടുന്നില്ല എന്ന് പറയും. അപ്പോൾ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. എന്താണ്? ചിലപ്പോൾ നിങ്ങളുടെ ദശാകാലം മോശമായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഈ ഒരു നല്ല കാലം ലഭിക്കുക? ഇപ്പം ഞാൻ പറഞ്ഞു വ്യാഴം 2-ലൊക്കെ ആയതുകൊണ്ട് ഈശ്വരാധീനം കൂടുതൽ, ധനപരമായിട്ടുള്ള വരവ് ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു അവസ്ഥയിൽ. കുടുംബത്തിൽ സന്തോഷങ്ങൾ, പുതിയ നൂതനമായിട്ടുള്ള ഗ്രഹ നിർമ്മാണം ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു കാലമാണ് ഇപ്പോഴും. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വർഷക്കാലം തന്നെ നമ്മുടെ നമുക്ക് 2025 ശനി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഹു കേതുക്കൾ മാറുന്നുണ്ട്. ഇങ്ങനെ ഈ 2025 തന്നെ നമുക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാര മാറ്റങ്ങൾ വളരെ സംഭവിക്കുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങളൊക്കെ എളുപ്പത്തിൽ മാറുന്നതാണ്. ഇപ്പം ഞാൻ പറയാനുള്ള കാരണം, ഈ ശനിയെപ്പോലുള്ള ഗ്രഹമൊക്കെ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലർക്ക് നല്ല കാലങ്ങളുണ്ടാവും, ചിലർക്ക് മോശമായിട്ടുള്ള അവസ്ഥയുണ്ടാവും. അതുപോലെ രാഹുകേതുക്കളുടെ മാറ്റമുണ്ട്. രാഹുകേതുക്കൾ പുറകോട്ടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കുക. കാരണം ഇതൊരു പൊതുഫലമായിട്ട് മാത്രം കാണുക. അപ്പോൾ ഈ ഒരു ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെയുള്ള ഒരവസ്ഥ ഞാൻ നിങ്ങളോട് പറയാം. അപ്പം ഇങ്ങനെയുള്ളവർ, നിങ്ങൾക്ക് ഈ ഒരു ഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില ഒരു ജ്യോതിഷനെ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ രാശി വെച്ച് പരിശോധിക്കുക. ഇത്യാദി കാര്യങ്ങളാണ് ഒരു 100% പൂർണ്ണതയിൽ ലഭിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ 2-ൽ വ്യാഴമാണ്, ഞാൻ പറഞ്ഞു അല്ലേ. 2-ൽ വ്യാഴം ആയതുകൊണ്ട് പൊതുവിൽ ധനപരമായിട്ടുള്ള വരവുകളുണ്ട്. ഈ വീടൊക്കെ തടസ്സപ്പെട്ട് വീട് വയ്ക്കാനൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്ന പല ആൾക്കാർക്കും അതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും ഇപ്പോൾ ഒത്തിരി ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ അല്ലേ, ഒക്കെ ഉരുൾപൊട്ടൽ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ആൾക്കാരൊക്കെ, ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ജ്യോതിഷന്മാർ നേരത്തെ കണ്ടില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലരും ചോദിച്ചിട്ടുമുണ്ട്. ഇതിനകത്ത് നമ്മളോട് പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല. അതും ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. കാരണം നമുക്ക് ജ്യോതിഷന്മാർ അമാനുഷിക ശക്തി ഉള്ളവരൊന്നും അല്ല. പണ്ടൊക്കെയുള്ള ആൾക്കാർ നമ്മളെക്കാൾ കൂടുതൽ അറിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു. അപ്പം അവർക്കൊക്കെ ഇതിനേക്കാൾ അതീതമായിട്ടുള്ള പ്രവചന ശേഷിയൊക്കെ ഉള്ളവരാണ്. ഇപ്പോഴൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. ജ്യോതിഷത്തിൽ വളരെയധികം അറിവുകൾ കുറഞ്ഞാണ് വരുന്നത്. അപ്പം പ്രവചനങ്ങൾ നടത്തി
എയറിലാവുന്നതിനെക്കാട്ടും നല്ലത് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എയറിലാവുന്നതിനെക്കാട്ടും നല്ല മര്യാദയ്ക്ക് അടങ്ങി ഒരുങ്ങി ഇരിക്കുന്നതാണ് നല്ലത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടുമിക്ക ജ്യോതിഷന്മാരും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രവചിക്കാത്തതിൻ്റെ പ്രധാന കാരണം. അതായത് തലയ്ക്കകത്ത് മൂളയുള്ളവരാ. ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ പറയും പ്രവചന കുലപതികൾ വല്ലതും ഉണ്ട്, ഇവരെയൊന്നും കാണാൻ പോലും ഇല്ല ഇവിടെ പോയത്. ഇവരൊക്കെ ഇനി മഷിട്ട് നോക്കണം. ഇനിയിപ്പം അടുത്ത തള്ളം കൊണ്ട് വരും. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ 10 പ്രവചനം 20 പ്രവചനം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേക്കാം. പക്ഷെ ഒന്നും കാര്യമില്ല. ഇതൊക്കെ ചുമ്മാ തള്ളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഒരാളുടെ ഗ്രഹനിലയോ മറ്റു കാര്യങ്ങളോ നോക്കി നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നോക്കി പറയുന്നത് പോലല്ല മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഘടകങ്ങളും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു ജ്യോതിഷത്തെ ഞാൻ കണ്ടു, പിന്നെ എന്താണ് മറ്റേ ആള് പിന്നെ ഇത് മണ്ണിടിച്ചിൽ ഇതിൽ പോയി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റേനാൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എയറിലായ ഒരു ജ്യോതിഷൻ. പുള്ളി അതിൻ്റെ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വന്നു. ഞാൻ കണ്ടതാണ്, പറഞ്ഞാണ്. വെറുതെ ഇങ്ങനെയുള്ള പേരുദോഷങ്ങൾ ഏറ്റുവാങ്ങാതെ ജ്യോതിഷന്മാരും മര്യാദയ്ക്കും മട്ടിനും ഒരാളുടെ ഗ്രഹനിലയോ കാര്യങ്ങളോ ഒക്കെ നോക്കി അവരുടെ ഒരു പ്രത്യേക ഫലം പറഞ്ഞിരുന്നാൽ അവർക്ക് കുറച്ച് തെറിവിൾ കേൾക്കാതെ ജീവിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തും ആകട്ടെ, ഞാനിത് പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ അവസ്ഥ. കാരണം പണ്ടൊരു ജ്യോതിഷം പറഞ്ഞ് മഴ പെയ്യത്തെ ഈ ഭയങ്കര വേനലാന്ന് പറഞ്ഞിട്ട് ആ വർഷം വെള്ളപ്പൊക്കമായിരുന്നു, ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രവചനത്തിനും അതീതമാണ്. പക്ഷെ അതൊക്കെ അറിയാവുന്ന പ്രവചിക്കാൻ പറ്റുന്ന ജ്യോതിഷന്മാരുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അറിവുകൾ കുറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തള്ളു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോഴേ നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പോൾ പൊതുവിൽ 2 വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഈ ആൾക്കാർക്ക് ലഭിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇനിയിപ്പോൾ ശനിമാറ്റം പറഞ്ഞു, രാഹുകേതുക്കളുടെ മാറ്റമൊക്കെ ഞാൻ പറഞ്ഞു, അല്ലേ? അപ്പം ഈ പറയുന്ന ആൾക്കാർ ഇനി 2025 മാർച്ച് 29 ശനി മാറുന്നുണ്ട്, ശനിമാറ്റമുണ്ട്. അപ്പം കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനൻ രാശിയിലേക്ക് മാറും. അപ്പോൾ ഈ പറഞ്ഞ അശ്വതി ഭരണിയും കാർത്തികയുടെ ആദ്യ പകുതിയും ചേർന്ന മേടൻ രാശിക്കാർക്ക് ഏഴരശനികാലം ആരംഭമാണ്. നമ്മളെപ്പോഴും നല്ലത് മാത്രമല്ല മോശം വരുന്ന അവസ്ഥയും നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു സമയം തൊട്ട് ഏഴരശനിയുടെ കാലം ആരംഭിക്കുകയാണ്. 7 വർഷക്കാലമാണ്. 2.5 12-ലും 2 വർഷം 12-ലും 2 വർഷം ജന്മത്തിലും പിന്നെ 2 വർഷം 2-ലും സഞ്ചരിക്കും. 2.5 5 2 7. അപ്പൊ ഈ 7 വർഷക്കാലം ഇവർക്ക് ഏഴരശനികാലമാണ്. ഇപ്പോൾ 12-ൽ, അതായത് ഈ പറഞ്ഞ മാർച്ചിൽ 12-ലേക്ക് മാറുമ്പോൾ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ കുറച്ച് കുറയും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ കൂടുതൽ ഇതിനകത്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ പൊതുവിൽ നല്ല ഗുണങ്ങൾ തന്നെയാണ് ഇവർക്കൊക്കെ ഉള്ളത്. കാരണം സാമ്പത്തികപരമായിട്ടുള്ള ചെറിയ ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ കുറച്ച് മെച്ചങ്ങൾ, പഴയ കാലത്തെക്കാളും കുറച്ച് മെച്ചങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്താനങ്ങൾക്ക് നല്ല ജോലി ലഭിച്ചിട്ടുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴും, അല്ലെ? പോകാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ സംഗീതം, സാഹിത്യം ഇത്യാദി കാര്യങ്ങളിലൊക്കെ തന്നെ ഉയർച്ച അല്ലെങ്കിൽ പേര് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കാലമായാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വരുന്ന മാർച്ചിലേക്ക് 2025 മാർച്ചൊക്കെ ആകുമ്പോൾ ഈ ഒരു ശനിയുടെ മാറ്റം കൊണ്ട് ഇങ്ങനെയുള്ള പിന്നെ ഏഴരശനി കാലം വരുമ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ ആ ശനിക്ക് മോശ അവസ്ഥയാണെങ്കിൽ നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലവിധ തടസ്സങ്ങളും ഉണ്ടാവും. മനക്ലേശങ്ങൾ, അലച്ചിൽ, രോഗദുരിതങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ഈ ഒരു ഏഴരശനി കാലത്ത് സംഭവിക്കാനിടയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് പ്രിക്കോഷൻസ് എടുത്ത് മുൻകരുതലുകൾ എടുത്ത് നല്ലതായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുക. ദേവാലയ ദർശനം നടത്തുക. ഇപ്പം പള്ളിയിൽ പോകേണ്ടവർ ഞായറാഴ്ച വല്ലപ്പോഴും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവർ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുക. അതുപോലെ മസ്ജിദിൽ പോകുന്നവർ അവർ സ്ഥിരമായിട്ട് പോവുക. വെള്ളിയാഴ്ചകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ നിസ്കാരങ്ങളൊക്കെ മുടക്കാതെ ചെയ്യുക. ഹിന്ദുക്കളാണെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുക, ശനീശ്വരനെ ഭജിക്കുക, ശനീശ്വര മന്ത്രം ജപിക്കുക ഇത്യാദി കാര്യങ്ങളാണ്. ശാസ്താവിനെ ഭജിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തുക. മാർച്ചിന് ശേഷം ഉണ്ടാകുന്ന ഏഴരശനി മോശമാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മെച്ചകരമാണ്. ജീവിതത്തിൽ അവർക്ക് നല്ല നല്ല ഉയർച്ച അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ മെയ് 18 രാഹുകേതുക്കളുടെ മാറ്റം ഉണ്ടാവും.
രാഹുകേതുക്കളുടെ മാറ്റം വരുമ്പോൾ അതും ചില ആൾക്കാർക്ക് ചില പലവിധ തടസ്സങ്ങളും ഉണ്ടാവും. തടസ്സങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങളായിരിക്കും കൂടുതലുണ്ടാകുന്നത്. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, തലവേദന, ശിരോരോഗങ്ങൾ ഇത്യാദി കാര്യങ്ങൾ ഈ രാഹുവിന്റെ മാറ്റം കൊണ്ടുണ്ടാകും. പ്രത്യേകിച്ച് രാഹുദശാകാലം സഞ്ചരിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പലവിധ രോഗദുരിതങ്ങളും കഷ്ടതകളിലൂടെ ഒക്കെ പോകാം. പല കഷ്ടതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ കാര്യത്തിന് പോയാലും അതിനൊക്കെ മുടക്കം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ആ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. കാരണം ഈ ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. പിന്നെ ഫുള്ള് നെഗറ്റീവ് പറഞ്ഞത് പറയരുത്. ഇപ്പോൾ സഞ്ചരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സഞ്ചരിക്കുന്നതൊക്കെ നല്ല സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ നല്ല സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കുക. അതായത് ഉള്ള സമ്പത്തൊക്കെ ശേഖരിച്ച് വെക്കുക. നല്ല നല്ല കാര്യങ്ങൾ, അതായത് വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്നവരാണെങ്കിൽ അതൊക്കെ വേഗത്തിൽ ചെയ്തു തീർക്കുക. ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥയും നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള വരവുകളുണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും, അല്ലേ? ചില ആൾക്കാർക്കേ ഉള്ളൂ. അത് അവരുടെ ദശാകാലത്തിൻ്റെയൊക്കെ പ്രശ്നമാകാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴത്തെ അവസ്ഥ വളരെ മെച്ചകരമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് പോയി ജോലിയൊക്കെ ചെയ്യുന്നതിന് ഇപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പോയി നല്ല നല്ല ജോലികൾ ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അല്ലെ വിദേശത്തുള്ളവർ തന്നെ നല്ല ജോലികളൊക്കെ കിട്ടുകയും പ്രൊമോഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ ആണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിവാഹാദികൾ ഒക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ വിവാഹങ്ങളൊക്കെ നടക്കും. ഈ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും. ഈ ഒരു കാലം മാത്രം നിങ്ങളൊന്ന് സൂക്ഷിക്കുക. മാർച്ച് അതുപോലെ തന്നെ മെയ് മാസങ്ങളിൽ തുടങ്ങുന്ന ആ ഒരു സമയങ്ങളിൽ 2025 നിങ്ങൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കുക. ഒരു 2-3 മാസം നിങ്ങൾ കരുതിയിരിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മോശാവസ്ഥ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക കേട്ടോ. അതായത് ദേവാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അന്നദാനാദികൾ നടത്തുക, പാവങ്ങൾക്ക് ദാനധർമാദികളൊക്കെ നടത്തുക. ഇതൊക്കെ വളരെ നല്ലൊരവസ്ഥയാണ് ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി. നമുക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇനിയിപ്പം ഈശ്വരാധീനം കൂടുന്നതിന് വളരെ നല്ല പരിഹാരങ്ങളാണ്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അതുപോലെ രാഹുദശ മോശമാണെങ്കിൽ സർപ്പക്ഷേത്രങ്ങളിൽ, നാഗരാജാവും നാഗേഷിയും കുടികൊള്ളുന്ന സർപ്പക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ്. മെയ് മാസത്തിന് ശേഷമൊക്കെ ദുരിതങ്ങളാണെങ്കിൽ, കഷ്ടതകളൊക്കെ ആണെങ്കിൽ ഈ ഒരു വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ജീവിതത്തിൽ അതുകൊണ്ട് വളരെ മെച്ചം ഉണ്ടാകും. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർ സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ ഒരു അവസ്ഥയിൽ മെയ് മാസത്തിന് ശേഷം മോശകരമായിട്ടുള്ള അവസ്ഥ വരികയാണെങ്കിൽ ചെയ്യുക. പൊതുവിൽ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. ഇവർക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ്. വളരെ ഉയർച്ചയിലെത്തുന്ന കാലമാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും നല്ല കാലമാണെന്ന് പറഞ്ഞിട്ട് ആരും നമ്മുടെ കയ്യിലോട്ടൊന്നും കൊണ്ടുത്തരത്തില്ല. നമ്മൾ ശ്രമിക്കണം. ജീവിതത്തിൽ ശ്രമമാണ് ഏറ്റവും വേണ്ടത്. അപ്പം നമ്മൾ ശ്രമിക്കുക. അപ്പം ശ്രമിക്കുന്നതിനനുസരിച്ച് ഈശ്വരൻ ഫലം നമുക്ക് തരും. അല്ലാതെ ജ്യോതിഷം പറഞ്ഞു ഇതുപോലെ നല്ല സമയമാണ്, ഇപ്പം നല്ല സമയം കൊണ്ട് പെരയ്ക്കാത്തിരുന്നാൽ മതി, കിട്ടുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. നല്ല ജോലി ചെയ്യുക, നന്നായിട്ട് ജോലി അന്വേഷിക്കുക, ജോലി ലഭിക്കും. അപ്പം ജോലി ചെയ്യുക, സമ്പത്ത് കൈവരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മേടൻ രാശിക്കാരുടെ ഫലം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ 15 നാഴികയും ചേർന്ന മേടൻ രാശിക്കാരുടെ ഫലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു മെയ്യും മാർച്ച് മാസങ്ങൾ തൊട്ട് ആ സമയം തൊട്ട് നിങ്ങൾ കൂടുതലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ വളരെ മെച്ചകരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടെ, അത് നിങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകുക കേട്ടോ. നന്ദി, നമസ്കാരം.